അമേരിക്കൻ ആക്രമണത്തിന് പിന്നാലെ വെനിസ്വേലയിൽ നാടകീയ നീക്കങ്ങൾ. വെനിസ്വേലൻ പ്രസിഡന്റ് മദോറയെയും ഭാര്യയെയും ബന്ദിയാക്കിയെന്ന് ഡൊണാൾഡ് ട്രംപ് സാമൂഹ്യ മാധ്യമങ്ങളിൽ കുറിച്ചു. കാരക്കസ് അടക്കം 7 സ്ഥലങ്ങളിലാണ് അല്പം മുൻപ് സ്ഫോടനമുണ്ടായത്. ബി കെ സുഹേലുണ്ട് വിവരങ്ങൾ നൽകാനായി. ബി കെ സുഹേൽ, മദോറയെ ബന്ദിയാക്കി എന്ന തരത്തിലുള്ള ഒരു സ്ഥിരീകരണമാണ് ട്രംപിന്റെ ഭാഗത്തു നിന്നും ഇപ്പോൾ വന്നിരിക്കുന്നത്. അത്യന്തം നാടകീയതയാണ് ഇപ്പോൾ നടക്കുന്നത്. എന്താണ് ഏറ്റവും പുതിയതായി ലഭിക്കുന്ന വിവരം? അജി, കാരക്കസിൽ 7 ഇടങ്ങളിൽ സ്ഫോടനം നടന്നപ്പോൾ അതിന് പിന്നിൽ അമേരിക്കയാണ് എന്ന ആദ്യം ഒരു സ്ഥിരീകരണം ഉണ്ടായിരുന്നില്ല. അതിപ്പോൾ വരികയാണ്. തങ്ങൾ തന്നെയാണ് ഈ ആക്രമണം നടത്തിയതെന്ന് അമേരിക്ക പറയുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ട്രൂത്ത് സോഷ്യൽ അടക്കം ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവന വരുന്നത്. യുക്രൈൻ്റെ പ്രസിഡന്റ് നിക്കോളാസ് മദുറയെയും ഭാര്യയെയും തങ്ങൾ ബന്ദിയാക്കിയിരിക്കുന്നു, അവിടെ നിന്നും കടത്തിക്കൊണ്ടുപോന്നിരിക്കുന്നു എന്നടക്കമുള്ള പ്രസ്താവനകൾ ഡൊണാൾഡ് ട്രംപ് നടത്തുമ്പോൾ അത് വിശ്വസിക്കാൻ സാധിക്കുമോ എന്ന് ആണ് ഇനി വരും മണിക്കൂറുകളിൽ അറിയേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഏറ്റവും വലിയ ഒരു നീക്കം തന്നെ ആയിരിക്കും അത്. ഒരു ജനാധിപത്യ രാജ്യത്തിൻ്റെ അധിപനായിട്ടുള്ള ഒരു വ്യക്തിയെ കുറേ കാലമായി വെനസ്വേല ഭരിച്ചിട്ടുള്ള നിക്കോളാസ് മദുറയെ തട്ടിക്കൊണ്ടുപോകുന്നു.